സാർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വെള്ളിയാഴ്ച എത്തുകയാണ്. അപ്പോൾ സെലൻസ്കി എത്തുക എന്ന് പറയുന്നത് തന്നെ അമേരിക്കയുടെ മുമ്പിൽ ഒരു കീഴടങ്ങലല്ലേ? പിന്നെ സെലൻസ്കി കീഴടങ്ങുകയാണ്. അത് യുദ്ധം നിർത്തുന്ന കരാറിൽ ഒപ്പിടാനല്ല അദ്ദേഹം വാഷിങ്ടണിലെത്തുന്നത്. ഈ ധാതു സമ്പത്തുണ്ടല്ലോ യുക്രൈനിലെ റയർ എർത്ത് മിനറൽസും ഒക്കെ, അതിൻ്റെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട കരാറ് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് വാഷിങ്ടണിലെത്തുന്നത് എന്ന് അമേരിക്ക വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അമേരിക്ക ഇപ്പോൾ ഉക്രൈന് ചെയ്തു കൊടുത്തിരുന്ന സൈനിക സഹായങ്ങളുണ്ടല്ലോ ബൈഡൻ്റെ കാലത്ത്, ഇപ്പം മരവിപ്പിച്ചത് ട്രംപ് വന്ന ശേഷം, ആ സഹായം തുടരും, മറ്റ് സഹായങ്ങളും തുടരും. അപ്പോൾ അങ്ങനത്തെ സഹായങ്ങൾ അമേരിക്കയിൽ നിന്ന് തുടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കീഴടങ്ങൽ ആണ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. $500 ബില്യൺ യുക്രൈന് വേണ്ടി ചെലവാക്കിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രംപ്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ അവിടുത്തെ ധാതു സമ്പത്തിൽ അവകാശം തരണം, അതിൻ്റെ റവന്യൂവിൽ, അതിൻ്റെ വരുമാനത്തിൽ, സെലൻസ്കിയുടെ രാജ്യത്തിനുണ്ടാകുന്ന വരുമാനത്തിൽ പങ്ക് ഞങ്ങൾക്ക് വേണം. 50% എന്ന് പറഞ്ഞിട്ട് കരാറ് ഒപ്പിടണം. ഇതൊക്കെ നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു. 50% റവന്യൂവിൻ്റെ. പിന്നെ ഫസ്റ്റ് റിഫ്യൂസൽ അവകാശം കൊടുക്കണം. അതായത് അവിടുത്തെ ധാതു മേഖലയിൽ നടക്കുന്ന ഖനനമൊക്കെ അമേരിക്കയോട് ചോദിച്ചിട്ട് വേണം. നിങ്ങൾക്ക് വേണോ ഈ മേഖലയിൽ കുറേ സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് വേണോ, നിങ്ങളുടെ കമ്പനികൾക്ക് ലൈസൻസ് വേണോ? അപ്പോൾ അമേരിക്ക പറയാണ് ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോഴേ അടുത്ത കമ്പനിയുടെ അടുത്ത് പോകാവൂ. അതാണ് ഫസ്റ്റ് റിഫ്യൂസൽ. ആദ്യത്തെ അവകാശം അമേരിക്കയ്ക്കാണ്. അതൊക്കെ കരാറിൻ്റെ ഭാഗമായിട്ടാണ്. കരട് കരാറിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ അവസാന കരാറിൽ കുറച്ച് മയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സെലൻസ്കിയുടെ അവകാശവാദം. ഈ കരാറ് തന്നെ സമ്മതിക്കില്ല എന്നാണ് സെലൻസ്കി റിഫ്യൂസ് ചെയ്തതാണ് കുറച്ച് ദിവസം മുമ്പേ. ഇപ്പം എന്തായാലും വഴിക്ക് വന്നിട്ടുണ്ട്. കാരണം സൗദിയിൽ നടക്കുന്ന ചർച്ചകളിൽ സെലൻസ്കി ഉൾപ്പെടുത്തുന്നില്ല. ഐക്യരാഷ്ട്രസഭയിലെ പ്രമേയത്തിൽ തന്നെ യുക്രൈനെതിരായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായിട്ട് ട്രംപ് മുമ്പോട്ട് പോയിട്ട് കീഴടങ്ങുന്നതിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ കരാറിൽ പറയുന്നതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നത് അമേരിക്കയും യുക്രൈനും കൂടി ഒരു സംയുക്ത ഫണ്ട് ഉണ്ടാക്കുക. ഈ സംയുക്ത ഫണ്ട് ഉണ്ടാക്കിയിട്ട് ധാതു വിഭവങ്ങൾ പിന്നെ അതിൻ്റെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സംയുക്ത ഫണ്ട് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ സംയുക്ത ഫണ്ട് വന്നാലുള്ള ഗുണം എന്താണ്? ആ 50% ക്ലീനായിട്ട് കച്ചവടം നന്നായിട്ട് അറിയാമല്ലോ ട്രംപിന്. അപ്പോൾ ആ സംയുക്ത നിധിയുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ ഖനനത്തിന് ആളുകൾ വരുന്നത്. ആ നിധിയുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങളിൽ ഡയറക്ടർമാരും ഒക്കെ അമേരിക്കക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അമേരിക്കക്കാർ ഭരിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അത് മാറും. കച്ചവടമൊക്കെ അമേരിക്കയായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഉണ്ടാക്കി ആ ധാതു സമ്പത്തിൻ്റെ ഖനനം തുടങ്ങിയ കച്ചവടത്തിൻ്റെയൊക്കെ 50% അമേരിക്കയ്ക്ക് അങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഒരുപാട് അപമാനിച്ചിരുന്നു സെലൻസ്കിയെ പലപ്പോഴും ട്രംപ്. ഡിക്റ്റേറ്റർ വിത്തൗട്ട് ഇലക്ഷൻസ്, തെരഞ്ഞെടുപ്പ് നടത്താതെ ഏകാധിപതിയായിട്ട് തുടരുകയാണ് അയാൾ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അവിടെ ഉടനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് സെലൻസ്കിയെ തന്നെ നീക്കി കളയാവുന്നൊരു പരിപാടിയും പദ്ധതിയും അമേരിക്ക തയ്യാറാക്കി വരികയായിരുന്നു. അപ്പോൾ ഈ പലതരം പേടികളിലാണ് സെലൻസ്കി. അയാൾക്ക് ഏതായാലും ഭരിക്കണമെന്നുണ്ടാവുമല്ലോ. അവിടെ ഒരു ഹാസ്യ നടനായിരുന്ന ആളാണ് പുള്ളി, പരമ്പരകളിലൊക്കെ, TV പരമ്പരകളിൽ. അപ്പം ഇനി തുടരണം എന്ന ആഗ്രഹം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി ഒരു സംസ്ഥാന അപരാധം പറഞ്ഞിട്ട് കീഴടങ്ങിയ ഒരു നിലയിലാണ് ഇപ്പോൾ സെലൻസ്കി നിൽക്കുന്നത്. ഇത് ഈ 50% കപ്പം കൊടുക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലണ്ടനിലെ ടെലഗ്രാഫിൽ ഇതിൻ്റെ കരട് കരാറ് ചോർന്നു വന്നിരുന്നു.
പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അമേരിക്കയുടെ ഒരു കോളനിയായിട്ട് യുക്രൈൻ മാറുകയാണ് എന്നുള്ളതാണ്. കാരണം ഈ ധാതു സമ്പത്ത് റഷ്യ കൊണ്ടുപോകരുത് എന്ന് സെലൻസ്കിക്കുണ്ട്. റഷ്യയാണല്ലോ സെലൻസ്കിയുടെ ശത്രു. അപ്പോൾ അതുകൊണ്ട് യുക്രൈനിൽ അമേരിക്കയുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് സെലൻസ്കി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ധാതു മേഖല അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്ക അവിടെ ഉണ്ടാവുമല്ലോ, ഒരു ധൈര്യത്തിന് അവിടെ ഉണ്ടാവും. എപ്പോഴും വിളിക്കാം. ധാതു സമ്പത്തിൽ അമേരിക്കയ്ക്കും താല്പര്യമുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലം ട്രംപ് ടവറിൽ പോയി അമേരിക്കയിൽ ട്രംപിനെ കണ്ടപ്പോൾ വാഗ്ദാനം കൊടുത്തിരുന്നതാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ധാതു സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പൊ അത് ഓർമ്മയുണ്ടാവുമല്ലോ ഒരു കച്ചവടക്കാരന്. അപ്പൊ അതിൽ നല്ല പിടുത്തം ഇട്ടതാണ് ട്രംപ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ മിനറൽസ്, തുറമുഖങ്ങൾ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, എണ്ണ, ഗ്യാസ്, ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് കരാറുകൾ വരാൻ പോകുന്ന ഒത്തുതീർപ്പ്. അത് കഴിഞ്ഞിട്ടേ വെടിനിർത്തലും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുള്ളൂ. അപ്പൊ റഷ്യയുടെ കാര്യം കൂടി നോക്കുമല്ലോ ട്രംപ്. ഇപ്പോൾ UN തന്നെ കണ്ടാണല്ലോ റഷ്യയുടെ കൂടെയാണെന്നുള്ളത്. അപ്പോൾ രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞപ്പോൾ ജപ്പാനും ജർമ്മനിക്കും മുകളിൽ മറ്റേ സഖ്യശക്തികൾ ചില സംഗതികൾ കെട്ടിയേൽപ്പിച്ചല്ലോ, കരാറുകൾ. അതിനെ വെല്ലുന്ന കരാറാണ് ഇത് എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ചകളിൽ പറഞ്ഞിരുന്നതാണ്. അതുപോലെയാണ്, അതായത് തോറ്റവൻ്റെ മേൽ ജയിച്ചവൻ ചുമത്തുന്ന പിഴ പോലെയാണ് ഈ വരുന്നത്. അപ്പോൾ യുക്രൈന് പ്രകൃതി സമ്പത്തുകൾ ധാരാളമുണ്ട്, തുറമുഖങ്ങൾ, അതുപോലെ പ്രകൃതി സമ്പത്ത്, ധാതു സമ്പത്ത്, തുറമുഖങ്ങൾ, പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, വർഷത്തെ റവന്യൂ, അതിൻ്റെ 50%, 500 ബില്യൺ അമേരിക്ക മുടക്കിയതിന് പകരമായിട്ട് ഇത് കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 3-4 പോയിൻ്റാണ് കരാറിൽ വരുന്നത്. അമേരിക്ക യുക്രൈൻ സംയുക്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, നിക്ഷേപ ഫണ്ട്, ജോയിൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, അത് രൂപീകരിക്കാൻ പോകുന്നു. അപ്പോൾ ഈ യുക്രൈൻ്റെ ശത്രുക്കൾക്ക് ആ യുക്രൈൻ്റെ പുനർനിർമ്മാണത്തിൽ പങ്കുണ്ടാവില്ല. ഈ വിഭവങ്ങളിലൊക്കെ അമേരിക്കയ്ക്കായിരിക്കും നിയന്ത്രണം. അതാണ് ഒന്നാമത്തെ. 2, റവന്യൂ ഷെയറിങ്, അതായത് അതും 50%. യുക്രൈൻ നടത്തുന്ന സാമ്പത്തിക ഡീലുകളുണ്ടല്ലോ, കച്ചവടങ്ങൾ, സാമ്പത്തിക പ്രവർത്തികൾ യുക്രൈനിൽ നടക്കുന്ന, അതിൻ്റെ 50% പങ്ക് അമേരിക്കയ്ക്ക് കിട്ടണം. മിനറൽ, ഗ്യാസ്, ഓയിൽ, പോർട്സ്, പിന്നെ അതേഴ്സ് എന്നും കൂടി വ്യവസ്ഥയിലുണ്ട് കരട്. മറ്റ് സാമ്പത്തിക, നമ്മളീ പറഞ്ഞതൊന്നും അല്ലാത്ത കാര്യങ്ങളിലും ഒക്കെ അമേരിക്ക കയറി ഇടപെടും. 50% ഓഫ് ദി ഫിനാൻഷ്യൽ വാല്യൂ ഓഫ് ഓൾ ന്യൂ ലൈസൻസസ് എന്നാണ് പറയുന്നത്. അവിടെ ഏതെങ്കിലും കച്ചവടത്തിന് പുതിയ ലൈസൻസ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക മൂല്യം ഉണ്ടല്ലോ, അതിൻ്റെ 50% അമേരിക്ക കിട്ടണം. അപ്പം ഇനി എന്ത് ലൈസൻസ് കൊടുക്കുമ്പോഴും അമേരിക്കയോട് ചോദിച്ചിട്ട് വേണം. അപ്പോൾ അതാണ് സംഭവം. പിന്നെ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അമേരിക്കയോട് ചോദിച്ചിട്ട് ചെയ്യാവൂ. പിന്നെ ലീഗൽ ആയ സംഗതി, അത് എല്ലാം ന്യൂയോർക്കിൽ കോടതികളിലായിരിക്കും തീരുമാനിക്കുന്നത്, അമേരിക്കൻ കോടതികളിൽ അല്ലേ? അതെ അതെ. അപ്പം ഈ ഉക്രൈനിൽ എന്ത് സംഭവം ഉണ്ടായാലും പരിഹരിക്കണമെങ്കിൽ അവിടെ സംബന്ധിച്ച്, ഈ കരാറിനെ സംബന്ധിച്ച് ഒരു തർക്കം ഉടലെടുത്താൽ അത് ന്യൂയോർക്കിലെ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് അടിമപ്പണിയാണ് എന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനെയാണ് വരുന്നത്. പിന്നെ എക്സ്ക്ലൂസീവ് കൺട്രോൾ, അതായത് ഈ ജോയിന്റ് സംയുക്ത നിക്ഷേപ നിധി ഉണ്ടാക്കുമല്ലോ, ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, അതിൽ എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ടാവും അമേരിക്കയ്ക്ക്. യുക്രൈൻ്റെ മുകളിൽ സാമ്പത്തിക നിയന്ത്രണം ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിലാണ് ട്രംപ് ടവറിൽ പോയി ഇങ്ങനെ ധാതു സമ്പത്തിലുമൊക്കെ അമേരിക്കയ്ക്ക് പങ്ക് കൊടുക്കാം എന്ന് സെലൻസ്കി പറഞ്ഞത്. അപ്പോൾ അമേരിക്കയ്ക്ക് റയർ എർത്തിലുമൊക്കെ ഒരു സ്റ്റേക്ക് വരും യുക്രൈനിൽ. അപ്പോൾ അമേരിക്കൻ കമ്പനികളുണ്ടല്ലോ, കോർപ്പറേറ്റുകൾ, അവരായിരിക്കും ഇനി അവിടെ ഖനനമൊക്കെ നടത്തുന്നത്. റഷ്യക്ക് വലിയ ഭീഷണിയായിരിക്കും അത്. അപ്പോൾ റഷ്യയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള മട്ടിൽ റഷ്യക്കും ഭീഷണി ഉണ്ടാകുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത്. മറ്റേ റഷ്യയുടെ കയ്യിൽ ഈ ധാതു സമ്പത്ത് പോകരുത്, അധിനിവേശം വഴി.
കാരണം അങ്ങനെ പോയാൽ ഇത് നോർത്ത് കൊറിയയ്ക്കും ഇറാനും കിട്ടും എന്ന് സെലൻസ്കി ട്രംപിനോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ കൊല്ലം. അപ്പം എന്തായാലും നോർത്ത് കൊറിയ ശത്രുവാണല്ലോ അമേരിക്കയുടെ, ഇറാനും അതെ, ഇറാൻ ഇസ്രയേലിൻ്റെ ശത്രുവാണ്. അപ്പോൾ അവരുടെ കയ്യിലേക്കും പോകരുത്. പിന്നെ നിപ്രോ എന്ന് പറഞ്ഞ മേഖലയിലാണ് കൂടുതലും ധാതു സമ്പത്തുള്ളത്. അത് റഷ്യയുടെ അധിനിവേശത്തിൽ അധികം പെട്ടിട്ടില്ല. 20% ധാതു സമ്പത്ത് റഷ്യയുടെ കയ്യിൽ വന്നിട്ടുള്ളൂ. 1921 ഈ വെർസൈൽസ് ഉടമ്പടി ഉണ്ടായിരുന്നു. അതിനേക്കാൾ കർക്കശമാണ് ഇപ്പോഴത്തെ ഉടമ്പടി എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അവിടെയുള്ള ഈ മൂലകങ്ങൾ ടൈറ്റാനിയം, ലിഥിയം, ഈ ലോകത്തിൽ മൊത്തം 5 ലോകത്തിലെ മൊത്തം ലിഥിയത്തിൻ്റെ വലിയ ശതമാനമൊക്കെ അവിടെ ഉണ്ട്. യുറേനിയം, ബെറീലിയം, മാംഗനീസ്, ഗാലിയം, യുറേനിയം, സിർക്കോണിയം, ഗ്രാഫൈറ്റ് ഒക്കെ വളരെ പ്രധാനമാണല്ലോ, അപ്പറ്റൈറ്റ്, ഫ്ലൂറൈറ്റ്, നിക്കൽ, ഇത്രയും. അതായത് 12 ട്രില്യൺ വരും ധാതു സമ്പത്ത് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ചൈനയുടെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ അത്രയും വരും. നമ്മൾ ഒരു 4 ട്രില്യൻ്റെ അടുത്താണ് നമ്മൾ. അപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ 3 ഇരട്ടി ധാതു സമ്പത്ത് തന്നെ വരും. പിന്നെ കൽക്കരി, ഗ്യാസ് അതൊക്കെ കൂടി കൂട്ടുകയാണെങ്കിൽ 26 ട്രില്യൺ വരും. അപ്പോൾ ഇതിലാണ് അപ്പോൾ അമേരിക്കയുടെ ഒരു കോളനിയായിട്ട് ഉക്രൈൻ മാറുന്നതിൻ്റെ ഒപ്പിടൽ ആണ് വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും സെലൻസ്കി ഈ ട്രംപിൻ്റെ മുമ്പിൽ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നു, എന്നിട്ട് അവർ പറയുന്ന എല്ലാ അഗ്രിമെൻറ്റും കേട്ട് മുന്നോട്ട് പോകുന്നു. വേറെ ഓപ്ഷൻ ഇല്ല. അതെ, വെടിനിർത്തലിന് മുമ്പ് ഒരു കച്ചവടം നടക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.